ഇത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമാണ്. അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് കരുതി. നിങ്ങൾ കണ്ടോ, DM അല്ല AM ആണ്. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചതെന്ന്. Hi guys, first of all I am telling a lot of thanks to my followers to help me to achieve 6k followers. Without your support it can't be possible. So keep supporting me. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ ഫിഷസിനെ കുറിച്ചൊന്നും അല്ല. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും എൻ്റെ വലിയ ഫാമാണെന്ന്. പക്ഷെ ഒട്ടും വലിയ ഫാമല്ല, വളരെ ചെറിയ ഫാമാണ്. അതിനെ ഫാമെന്ന് പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല. ചുരുക്കം പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. നമ്മൾ മെയിനായിട്ട് ഈ ഫിഷിനെ വളർത്തുന്ന പറഞ്ഞാൽ നമ്മളെ ഹോബിയുടെ ഭാഗമായിട്ടാണ്. സെയില് മുന്നിൽ കണ്ടോണ്ടല്ലായിരുന്നു നമ്മൾ ഫിഷിനെ വളർത്തി തുടങ്ങിയത്. പക്ഷെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മളതിൽ കൗണ്ട് കൂടി തുടങ്ങിയപ്പോഴാണ് നമ്മൾ സെയിലിലോട്ട് ഇറങ്ങിയത്. അത് നമ്മൾ ആദ്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അക്യൂറത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ അക്യൂറത്തി കൊടുക്കുമ്പോൾ പറയാലോ വളരെ തുച്ഛമായ റേറ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇത്രയും ക്വാളിറ്റിയിൽ നമ്മൾ ഷോപ്പിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല നഷ്ടമാണ് നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാ പേജിലേക്ക് കയറിയത്. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങി. അപ്പോഴും നമുക്ക് ഓർഡേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് വീഡിയോക്ക് വ്യൂസും ഇല്ലായിരുന്നു, അധികം റീച്ച് കിട്ടാറില്ലായിരുന്നു. അപ്പൊ പയ്യപ്പയ്യാണ് നമുക്ക് എന്താ ഈ റീച്ചൊക്കെ കൂടിക്കൂടി വന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാ പേജ് തുടങ്ങിയവരൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കിയിടുക. അപ്പോഴേ നിങ്ങൾ പേജ് റീച്ചായി തുടങ്ങത്തുള്ളൂ. നിങ്ങൾ മാക്സിമം നല്ല രീതിക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം റീച്ച് കിട്ടുന്നതായിരിക്കും. നമ്മളെ തട്ടിക്കൂട്ട് സെറ്റപ്പാണെങ്കിൽ നമ്മൾ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും വരുത്താറില്ല. പക്ക ക്വാളിറ്റിയിലാണ് നമ്മൾ എല്ലാ ഫിഷിനെയും ഇറക്കുന്നത്. പിന്നെ നമുക്ക് ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് എൻക്വയറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം എനിക്ക് അധികം വെറൈറ്റീസ് ഒന്നും ഇവിടെ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റൂല. എനിക്ക് അധികം വെറൈറ്റീസ് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റൂലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് സ്പേസ് കുറവിൻ്റെ ഇഷ്യൂ ആയിരുന്നു. പിന്നെ ടൈം കിട്ടാറുമില്ല നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടൈമിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ടൈം ഇല്ലാത്ത ആളാണ്. കാര്യം ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ BEd കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, നിങ്ങൾക്ക് BEd ചെയ്തവർക്ക് അറിയായിരിക്കും അതിന്റെ കഷ്ടപ്പാട്. ഒരുപാട് എഴുതാനൊക്കെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഇറങ്ങാൻ വേണ്ടി ഒട്ടും സമയം കിട്ടാറില്ല. പലരും പറഞ്ഞായിരുന്നു ഇത് ഇതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇത് നിർത്തിയേ പറ്റൂ. ബട്ട് നമ്മള് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇവിടം വരെ എത്താൻ കഴിഞ്ഞത്. ഞാൻ ഓരോ വീഡിയോ ഇടുന്നെങ്കിൽ അതിന്റെ പിന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ചിലപ്പോൾ ഉറക്കം പോലും ഇല്ലാതായിരിക്കും ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കാര്യം ഒന്നിനും ടൈം കിട്ടാറില്ല. ഒരുപാട് എഴുതാനും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഇതും മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. ഫിഷിനെ കീപ്പ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട്, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനെ കുറിച്ച്. അപ്പൊ ഇതിന്റെ നിസ്സാരമായി കാണുന്നവരുണ്ട്, ഇത് എന്തിനു സിമ്പിളാ, വലിയ പാടൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്നവരും. അങ്ങനെയുള്ളവർ ജസ്റ്റ് മേടിച്ചൊന്ന് വളർത്തി നോക്കുക, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അതിന്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതോ ഡെഡായി പോവാണോ എന്ന്. നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെ ഡെഡ് ഇഷ്യൂ ഒക്കെ വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. നമ്മൾ അതിനുവേണ്ടി എന്തായാലും കുറച്ച് ടൈം കളഞ്ഞേ പറ്റൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെയ്യാൻ പറ്റും. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് തുടങ്ങണമെങ്കിലും നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഇരിക്കരുത്. നമ്മൾ അപ്പം തന്നെ അങ്ങ് തുടങ്ങിയേക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ടൈം പോകുന്നത്. അപ്പൊ ഇനി പറഞ്ഞ് ബോറാക്കുന്നില്ല. ഓക്കെ, ബൈ.